ഹലോ മക്കളെ, ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഭീകര പരിപാടിയാണ്. അതായത് നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ SSLC പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടുള്ളൊരു ചോദ്യം ഉറപ്പാണ്. എക്സാക്ട്ലി ഏത് ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു ടേബിൾ തരും. അല്ലെ ടേബിൾ തരില്ല, ജസ്റ്റ് നമ്പേഴ്സൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കും, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അത് ചോദിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, കാൽക്കുലേറ്റ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. സ്പീഡ് തന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കും. അതല്ലെങ്കിൽ വാട്ട് ഈസ് എ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഒരു ചോദ്യം വരും. അതല്ലെങ്കിൽ ഇഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വാട്ടർ ഗ്ലാസ് ലൈറ്റ് വിൽ ബെൻഡ്, എവിടേക്ക് ബെൻഡ് ചെയ്യുന്ന വരും. പിന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും കുറവായിരിക്കും, അതൊക്കെ വരും. ഇതിലിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു സംഭവം ഉറപ്പാണ്. സോ ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണാം, ഫുള്ള് പഠിപ്പിച്ചു തരാം. എക്സാമിന് മാർക്ക് ഇത് വരുമ്പോൾ ആ ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാം, 3 or 4 മാർക്കോ. ഓക്കെ, റെഡി, സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചോദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. മലയാളത്തിൽ പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, കുറേ മീഡിയം, 4 മീഡിയം തന്നിട്ടുണ്ട്. മിക്ക സമയത്തും എക്സാമിന് ഇതേ മീഡിയം തന്നെയാണ് തരാൻ പോകുന്നത്, വേറെ ഒന്നുമല്ല. എന്നിട്ട് അവരിലൊക്കെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ വേഗത, സ്പീഡ് തന്നിട്ടുണ്ട്. ഈ സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ സെയിം ആണ് കേട്ടോ. പ്രകാശിക സാന്ദ്രതയും അപവർത്തനാവൊക്കെ സെയിം ആണ്. അപ്പോൾ അത് നമ്മുടെ ബന്ധം എന്താണ് മക്കളെ? ഇത്രയേ ഉള്ളൂ. ഒരു മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. കൂടുതലല്ല, കുറവാണ്. ഒരു മീഡിയത്തിൽ എത്രത്തോളം ലൈറ്റിൻ്റെ സ്പീഡ് കുറവാണോ അത്രത്തോളം അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. ഈ ഒരൊറ്റ ഐഡിയ നിങ്ങൾ ഓർത്ത് വെച്ചാൽ. ഇനി പറ, ഏറ്റവും സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലുള്ള വാക്യൂത്തിലാണ്. പക്ഷേ സ്പീഡ് കൂടുതലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഇവനായിരിക്കും. പിന്നെ സെക്കൻഡ് ഹയസ്റ്റ് സ്പീഡുള്ള ഇവനാണ്, അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറച്ചുകൂടി ഉണ്ടാവും. വളരെ കുറവാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കുറവാണ്, ഇത്ര കുറവാണ്. കുറച്ചും കൂടി സ്പീഡ് കുറവുള്ളവന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇപ്പം ഇത്ര കുറവുള്ളൂ എന്ന് പറയാം. ഏറ്റവും സ്പീഡ് കുറവുള്ളവനായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന പകരം നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാൽ മതി? ബുദ്ധിപരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസിങ് ഓർഡറിൽ കിട്ടണ്ടേ? നിങ്ങളൊന്നും ആലോചിക്കേണ്ട, സ്പീഡിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുക. ഏറ്റവും കൂടുതൽ സ്പീഡ് വാക്യൂത്തിൽ, പിന്നെ സ്പീഡുള്ളത് വാട്ടറിൽ, പിന്നെ ഗ്ലാസ്സിൽ, പിന്നെ ഡയമണ്ടിൽ. ഇതാണ് സ്പീഡിൻ്റെ ഓർഡർ, ഡിക്രീസിങ് ഓർഡർ. ഇതിൻ്റെ നേരെ തിരിച്ചായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഓർഡർ. ഇതിൻ്റെ സൈനൊക്കെ നേരെ തിരിച്ചിട്ടാൽ മതി. ദാറ്റ് ഈസ് ഇങ്ങനെ ഇട്ടാൽ ഇത്രയുള്ള സംഭവം. അതായത് ഏറ്റവും ലൈറ്റിൻ്റെ സ്പീഡ് കുറവുള്ളത് ഡയമണ്ടിലാണ്, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാകും, ഏറ്റവും ഗ്രേറ്റസ്റ്റ്. ഏറ്റവും ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലുള്ളത് വാക്യൂത്തിലാണ്, അതിനായിരിക്കും ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുക. അത് 3 വാക്യൂത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n=1 ആണ്, അതാണ് ഏറ്റവും കുറവ്, അതിനേക്കാളും കുറവ് ആർക്കില്ല. അപ്പോൾ സ്പീഡിൻ്റെ ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഓർഡർ എന്നുള്ളതിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എല്ലാം സെയിം കണക്ക് തന്നെ. അതിൻ്റെ ഓർഡർ എന്താണ് മക്കളെ? ഏറ്റവും കുറവ് വാക്യൂത്തിന്, ഏറ്റവും കൂടുതൽ ഡയമണ്ടിനായിരിക്കും. ഇത്രയുള്ള സംഭവം. അപ്പം ഇങ്ങനെ ആരോ ഒന്നും വെച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്തോളൂ. സ്പീഡ് തന്നിട്ട് ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് തന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും സ്പീഡ് കൂടിയ ആൾക്ക് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആൾക്ക് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഇങ്ങനെ ചോദിക്കാം, കാൽക്കുലേറ്റ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അതായത് ഗ്ലാസ്സിലെ എന്താ തന്നിട്ടുള്ളത്? ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് സ്പീഡ് ഇതാണെങ്കിൽ അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? അത് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട് മകളെ, ഓർത്ത് വെച്ചോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് C/V. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ C എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ലൈറ്റിൻ്റെ സ്പീഡ്. പക്ഷേ എവിടുത്തെ? വാക്യൂത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ്. വാക്യൂത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁻⁸ m/s ആണ്. അതാണ് C എന്ന് പറഞ്ഞാൽ, അത് ഫിക്സഡ് ആണ്. താഴെ V എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ്. നമ്മൾ ഗ്ലാസിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? അതാണ് താഴെ ഇടേണ്ടത്. 2 × 10⁻⁸. 10⁻⁻10 കട്ടായി പോവും. 3/2 എന്ന് വരും. 3/2 എന്ന് പറഞ്ഞാൽ 1.5. 1.5 ആണ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. C എന്ന് പറഞ്ഞാൽ 3 × 10⁸. അത് ഫിക്സ്ഡ് ആണ്. താഴെ ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അവൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ്, അല്ല ആ മാധ്യമത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ്. അതെപ്പോഴും തരും, ചോദ്യത്തിൽ തരും. ഇനി നേരെ തിരിച്ചും ചോദിക്കാം, അവർക്ക് വേണം നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം. ഒരു മാധ്യമമുണ്ട്, ആ മാധ്യമത്തിലെ
ലൈറ്റിൻ്റെ സ്പീഡ് 2 × 10⁸ അല്ല 2 × 10⁸ അല്ല 1.5 × 10⁸ ആണ് ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ്. ഓക്കെ, എന്നിട്ട് അവർ അല്ല അങ്ങനെയല്ല ഇങ്ങനെ പറയാണ്, ആ ഒരു മീഡിയം ഉണ്ട്, ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണ്. ഓക്കെ, ലൈറ്റിൻ്റെ സ്പീഡ് തന്നിട്ടില്ല, ലൈറ്റ് സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ തരുന്ന ചോദ്യത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് തന്നിട്ടില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണ്. ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് കണ്ടുപിടിക്കാൻ പറയും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റണം. ഇതേ ഫോർമുല വെച്ചാൽ മതി. വ്യത്യാസം എന്തേ ഉള്ളൂ? നേരത്തെ വി തന്നിട്ട് എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, വി തന്നിട്ട് എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്രാവശ്യം എന്നെ തന്നിട്ട് വി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, സെയിം ഫോർമുല വയ്ക്കുക, n = c/v. ഇനി വി ആണ് നിങ്ങൾക്ക് വേണ്ട, അപ്പോൾ വീനെ കൊണ്ട് കൊണ്ടുവരിക, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പം v = എന്നെ കൊണ്ട് പോയി കഴിഞ്ഞാൽ c/n എന്ന് കിട്ടും. സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും 3 × 10⁸ ആണ്. n തന്നിട്ടുണ്ട് 2 ആണ്. അപ്പം 3/2 1.5 × 10⁸ m/s. അപ്പോൾ 1.5 × 10⁸ m/s ആണ് എന്ത് ഈ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് വി എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം, എക്സാമിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്പീഡ് തന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കണം നിർബന്ധമില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് സ്പീഡ് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി എന്താ ചോദിക്കുക? വാട്ട് ഈസ് എ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? ഗ്ലാസിനെ അപേക്ഷിച്ച് വാട്ടറിനെ അപേക്ഷിച്ച് ഗ്ലാസിൻ്റെ ആപേക്ഷിക അപവർത്തനാങ്കം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. n2/n1 = v2/v1 അല്ല, നേരെ തിരിച്ച് v1/v2. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിനർത്ഥം എന്താണ്? 2 മാധ്യമങ്ങളുണ്ട്, 1 ഉം 2. രണ്ടാമത്തവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ ആദ്യത്തവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തവനിലെ ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡ് ബൈ രണ്ടാമത്തവൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ്. 2 ഇവിടെയാണ്, 1 അവിടെ, 1 ഇവിടെയാണ്, 2 അവിടെ. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ താഴെ ഇടുക, ഗ്ലാസിൻ്റെ മുകളിടുക. വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എഴുതുന്നതിൻ്റെ താഴെ എഴുതുക. വാട്ടറാണ് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എഴുതി, അപ്പോൾ താഴെ വാട്ടർ എഴുതുക. മലയാളത്തിൽ ജലത്തെ അപേക്ഷിച്ച് ഗ്ലാസിന് എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ ആരാണ് അപേക്ഷിച്ച് അത് താഴെ പിടിച്ചിടണം, അത്രേ ഉള്ളൂ. ഇനി ഫോർമുല എന്തായിരിക്കും? Ng/Nw എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും Vw/Vg എന്ന് വരും. ഇവിടെ ജി ആണ്, ഇവിടെയാണ് ജി, ഡബ്ല്യു അപ്പുറത്തായിരിക്കും ഉണ്ടാവും, മുകളിലായിരിക്കും ഉണ്ടാവും, നേരെ തിരിച്ചായിരിക്കും ഓർഡർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. Ng/Nw ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് Vw/Vg അറിയാലോ. Vw എത്രയാണ്? വാട്ടർ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എത്രയാണ്? 2.25 × 10⁸ ഡിവൈഡ് ബൈ ഗ്ലാസ് അല്ല താഴെ വരുന്നത്, അത് 2 × 10⁸. 10⁸ 2.25 ഡിവൈഡ് ബൈ 2. അത് ചെയ്ത് നോക്കിയാൽ മതി. അത്ര കിട്ടുക 1.125 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അല്ല കാൽക്കുലേറ്റർ എടുത്ത് നോക്കാമെന്നുള്ളൂ. നിങ്ങൾ സാധാരണ ഡിവൈഡ് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റർ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ സംഭവത്തിലേ ഉള്ളൂ. 2.25 ഡിവൈഡ് ബൈ 2 1.125 ആണ്. 1.125 ആണ് എന്ത്? ഗ്ലാസിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പോൾ ഇത്രയുള്ള സംഗതി. അപ്പോൾ ഈ ഒരു ചോദ്യവും പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനെയും കോംപ്ലിക്കേറ്റഡ് ആക്കി വേണം അവർക്ക് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഇങ്ങനെ ചോദിക്കാം. ഇഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വാട്ടർ ടു ഗ്ലാസ്, വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കയറണം, ലൈറ്റ് വിൽ എവിടേക്ക് ബെൻഡ് ചെയ്യും? നോർമലിനോട് അടുക്കുവോ, നോർമലിൽ നിന്ന് അകലുവോ? ലംബത്തിനോട് അടുക്കുവോ, ലംബത്തിൽ നിന്ന് അകലുവോ? ടുവേർഡ്സ് നോർമൽ, അവേ ഫ്രം നോർമൽ. ഇവിടെ ഒറ്റ റൂളേ ഉള്ളൂ മക്കളെ. നിങ്ങൾ എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് പറഞ്ഞത്? ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്കോ? വാട്ടർ ടു ഗ്ലാസ്, വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോവുക. ആയിക്കോട്ടെ, ശരി. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ കമ്പയർ ചെയ്യാം. വാട്ടറാണോ ഗ്ലാസ്സിനാണോ കൂടുതൽ? സ്പീഡ് ആർക്കാണ് കൂടുതൽ? വാട്ടറിനാണ് കൂടുതൽ. വാട്ടറിലാണ് അതിൻ്റെ സ്പീഡ് കൂടുതൽ. അപ്പോൾ വാട്ടറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. സ്പീഡ് കൂടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. ഗ്ലാസിന് സ്പീഡ് കുറവാണ്, ലൈറ്റിൻ്റെ സ്പീഡ് കുറവാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ആർക്കാണ് കൂടുതൽ കണ്ടുപിടിച്ചു? ഗ്ലാസിന് കണ്ടുപിടിച്ചു. ഇനി എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലൈറ്റ് വാട്ടറിൽ നിന്ന് ഇങ്ങനെ പോകുന്നു, ഗ്ലാസ്സിലേക്ക് കടക്കുന്നു. മക്കളെ, കുറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മാധ്യമത്തിൽ നിന്ന് കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മാധ്യമത്തിലേക്ക് കടന്നാൽ എപ്പോഴും ടുവേർഡ്സ് നോർമലാണ് പോവുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിലേക്ക് കടന്നാൽ എപ്പോഴും ടുവേർഡ്സ് നോർമൽ അവൻ പിടിച്ച് വലിക്കും. കാരണം അവന് മസിൽ ഭയങ്കര കൂടുതലാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അവനോട് നോർമലിൽ പിടിച്ച് വലിക്കാൻ പറ്റും, കൽപ്പുണ്ട്, അല്ലെങ്കിൽ കെൽപ്പുണ്ട്, കഴിവുണ്ട്. എന്നാൽ അവന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരുന്നെങ്കിൽ എങ്ങോട്ടാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുക? ലൈറ്റ് എവേ ഫ്രം നോർമൽ ബെൻഡ് ചെയ്തേനെ. പക്ഷേ അവന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, സോ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യുക. സോ ആൻസർ എന്താണ് മക്കളെ? ടുവേർഡ്സ് നോർമൽ. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ല, ഈ ഒരൊറ്റ ടേബിളിൽ സ്പീഡ് തന്നിട്ടുള്ളൂ. പക്ഷേ നമുക്കറിയാം സ്പീഡ് കൂടുതലുള്ളവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും, സ്പീഡ് കുറവുള്ളവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്നുള്ള ലോജിക്ക് നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ എളുപ്പം. ഇനിയും ചോദ്യം വന്നിട്ടുണ്ട്. ഇഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഡയമണ്ട് ടു എയർ വിച്ച് വിൽ ബി ഗ്രേറ്റർ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണോ? ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ എങ്ങനെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ആലോചിച്ച് നോക്കുക. ഡയമണ്ടിൽ നിന്ന് എയറിലേക്ക്, അപ്പോൾ ഡയമണ്ട് ഇവിടെ, എയർ ഇവിടെ.
ആർക്കാണ് കൂടുതൽ മക്കളെ? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വാക്യൂമിൻ്റെ ഏതാണ്ട് സെയിം ആണ്. എയറിൻ്റെയും വാക്യൂമിൻ്റെയും n=1 ആണ്. അവർക്കാണ് ഏറ്റവും, വാക്യൂമിനാണ് ഏറ്റവും ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതൽ, ഇതിനെക്കാളും ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലില്ല. അപ്പോൾ വാക്യൂമിനായിരിക്കും ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ബാക്കിയുള്ള എല്ലാവർക്കും, ഡയമണ്ട് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും എയർ വേറെ ആരാണെങ്കിലും വാട്ടർ ആണെങ്കിലും ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്, എയറിനും വാക്യൂമിനും എപ്പോഴും കുറവായിരിക്കും, ഡയമണ്ടിനായിരിക്കും അല്ലെ വേറെ ആരാണോ അയാൾക്കായിരിക്കും കൂടുതൽ. അപ്പോൾ ലൈറ്റ് എങ്ങോട്ട് ബെൻഡ് ചെയ്യുന്ന ആദ്യം ആലോചിച്ച് നോക്കുക. ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇത് നോർമൽ വരയ്ക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് ലൈറ്റ് എവേ ഫ്രം നോർമലാണ് ബെൻഡ് ചെയ്യുക. ലൈറ്റ് എവേ ഫ്രം നോർമൽ തന്നെ, കാരണം രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് അല്ലേ, ഡയമണ്ട് ടു എയർ ആണ്. ഓക്കെ, ഇനി ആംഗിൾ മെഷർ കാണിച്ചു കൊടുക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നോക്കി പറഞ്ഞാൽ മക്കളെ ഏതായിരിക്കും കൂടുതൽ? നോക്കി പറഞ്ഞേ, ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഞാൻ ലൈൻ വരച്ചിരുന്നെങ്കിൽ ഈ ആംഗിളും സെയിം ആയാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പക്ഷെ അങ്ങനെ ലൈൻ വരച്ചിരുന്നെങ്കിൽ ആ രണ്ട് ആംഗിൾ സെയിം ആണ്. പക്ഷേ പ്രശ്നം ആലോചിച്ച് നോക്ക്, ഈ ആംഗിൾ വിൽ ബി ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ, പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത്രയും ഉണ്ട്. സോ നോക്കി തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നോക്കി തന്നെ പറയാൻ പറ്റും, R is greater than I. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഡയഗ്രാം കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിക്ക് വരയ്ക്കാം. പരീക്ഷയിലും വൃത്തിക്ക് വരച്ചാൽ നോക്കി തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പോകണം. നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിക്ക് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി പറയാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഓക്കെ, ഫസ്റ്റ് റേ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വരികയാണ്, ഇവിടെ എത്തുന്നു. എന്നിട്ട് എവേ ഫ്രം നോർമൽ പോകുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഇതിങ്ങനെ പോകുന്നു, ഇതാണ് എവേ ഫ്രം നോർമൽ. ഇത് ടുവേർഡ്സ് നോർമൽ, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ടുവേർഡ്സ് നോർമൽ, ഇങ്ങനെ എവേ ഫ്രം നോർമൽ ഇങ്ങനെ. ഓക്കെ, ഇനി ആംഗിൾ മാർക്ക് ചെയ്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത്രയും. ഇത് കുഞ്ഞ് ആംഗിൾ അല്ല, 30-45 ഡിഗ്രി 50 ഡിഗ്രി അല്ലോ. ഇത് നോക്കിക്കേ, എത്ര വലിയ ആംഗിളാണ്, വലിയ 80 ഡിഗ്രി എന്തോ ഉണ്ടാവും. 90 ഇത്രയും തന്നെ, ഇത്രയായ 90 ഇത് 80 ഡിഗ്രി ഒന്നും ഉണ്ടാവും. സോ എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാളും കൂടുതൽ. ജസ്റ്റ് വരച്ച് നോക്കി ആൻസർ പറഞ്ഞാൽ മതി. അപ്പം മറ്റേ ചോദ്യത്തിൽ ഇങ്ങനെ വേണേൽ ചോദിക്കായിരുന്നു, ഇവിടെ ആരാണ് കൂടുതലും ചോദിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ വരച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓൾറെഡി മാർക്ക് ചെയ്യാവുന്നുള്ളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത്രയുണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഈ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് റിഫ്രാക്ഷനേക്കാളും കൂടുതൽ. വേണം ബൈഹാർട്ടും പഠിച്ചു നോക്കാം. ടുവേർഡ്സ് നോർമൽ പോവുകയാണെങ്കിൽ റിഫ്രാക്ഷൻ്റെ ആംഗിൾ കുറവായിരിക്കും, എവേ ഫ്രം നോർമൽ പോവുകയാണെങ്കിൽ റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വേണം ബൈഹാർട്ട് പഠിച്ചു നോക്കണം, ബൈഹാർട്ട് പഠിച്ചു നോക്കാം. പക്ഷെ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ സെറ്റാക്കണം. ഓക്കെ, ഒരു ഹോംവർക്ക് ചോദ്യം കൂടി ചെയ്യാം, അതും കൂടി നിങ്ങൾ ചെയ്യുക. അതും കൂടി ചെയ്താൽ നിങ്ങൾ വേറെ ലെവലാണ് മക്കളെ. ചോദ്യം വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്? ഡയമണ്ടിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പരീക്ഷയിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയിൽ ഇവിടെ 1.25 ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ 3 ആ ഒരു ഡെസിമൽ അല്ലെ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ മതി, ഫ്രാക്ഷനിൽ ഇട്ടാലും കുഴപ്പമില്ല. തൽക്കാലം കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി കാൽക്കുലേറ്ററും കൂടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതും കൂടെ നിങ്ങൾ പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ ഒരു ചോദ്യം പോലും ഈ ടോപ്പിക്ക് നിങ്ങൾ മിസ്സാവില്ല, 100% ഉറപ്പാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയെങ്കിൽ ഒന്നൊരു കമൻറ്റ് ബോക്സ് ഒരു കമൻറ്റ് ഇടുക, വേറെ ഒന്നും ചോദിക്കുന്നില്ല. പരീക്ഷ നമ്മൾ തകർക്കും. ഓക്കെ, ലൈവ് ക്ലാസ് മിസ് ചെയ്യേണ്ട. ബൈ ബൈ, ടേക്ക് കെയർ.